നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടമാണോ. ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് അടിക്കുന്ന ഒരു കിടിലം വെള്ളച്ചാട്ടമാണോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഈ റോഡ് സൈഡാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഫീസില്ല, അതുപോലെ എൻട്രി ഫീസില്ലട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ആ കിടിലം വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് അവിടുത്തെ കിടിലം വെള്ളച്ചാട്ടം അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടല്ലോ. വാ പോവാം. നമ്മൾ കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഇതൊരു ബോർഡൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടം കേട്ടോ. കുറച്ച് ദൂരം നമുക്ക് നടക്കാനുള്ളൂ. അപ്പോൾ നമുക്കതായാലും അങ്ങോട്ടേക്ക് പോകാം. നല്ല കിടിലം വെള്ളച്ചാട്ടം കേട്ടോ. നല്ല സൗണ്ടും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തോടുണ്ട്. ഈ തോട് നമുക്ക് അക്കരെ ചെന്നാൽ മാത്രം നമുക്ക് വെള്ളച്ചാട്ടം ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ഈ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന വെള്ളം ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്നു കേട്ടോ. നേരെ അക്കരയ്ക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ then ഇവിടുന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം അടിപൊളിയാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഭയങ്കര സൗണ്ട് കേട്ടോ. നമുക്കൊന്നും പറയാനൊന്നും കേൾക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് സൗണ്ട് കേട്ടോ. കാരക്കുണ്ട് വെള്ളച്ചാട്ടം മഴക്കാലമായാൽ വിനോദസഞ്ചാരികളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടിപ്പോൾ നമ്മുടെ നാടിനകത്തേക്ക് ആളുകളിൽ വിനോദസഞ്ചാരികൾ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന നിലയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിരുന്നു. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കർണാടകത്തിൽ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അടക്കമുള്ള നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികൾ കാരക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒഴിവ് ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഒഴുകി വരാറുണ്ട്. അതോടൊപ്പം തന്നെ പറവൂർ കാരക്കുണ്ട് പ്രദേശത്തെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിനപ്പുറം മോന്തിക്കുന്ന് വെള്ളച്ചാട്ടമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായിട്ടിപ്പോൾ മോന്തിക്കുന്ന് വെള്ളച്ചാട്ടം കൂടി മാറുകയാണ്. നമ്മുടെ നാട് ഒരുപക്ഷെ ടൂറിസം മേഖലയിൽ വലിയ സംഭാവന നൽകാൻ പറ്റുന്നൊരു നാടായി ഈ നാട് മാറിയിരിക്കുകയാണ്. 3 വെള്ളച്ചാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ 3 വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ നാടിൻ്റെ ടൂറിസം മേഖലയെ വലിയ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർക്കാർ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റിയാൽ നമുക്ക് ഈ നാടിൻ്റെ പേര് മറ്റു ദേശങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി കാരക്കുണ്ട് വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ മോന്തിക്കുന്ന് വെള്ളച്ചാട്ടവും ഈ കേന്ദ്രങ്ങളെല്ലാം മാറാൻ വലിയ സാധ്യതയുള്ളൊരു കേന്ദ്രമാണ്. ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ള, പൊതുവെ നമ്മുടെ കേരളം ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു പാതയിലാണ്. അതോടൊപ്പം തന്നെ ഇത്തരം സൗകര്യങ്ങൾ കൂടി ടൂറിസം മേഖല ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ നാട് വികസിക്കും. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവായി ഈ കാരക്കുണ്ട് വെള്ളച്ചാട്ടം മാറും. പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ എൻട്രി ഫീസോ കാര്യമോ ഒന്നുമില്ല. പിന്നെ കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഒരു അപകട ഭീഷണിയില്ലാത്ത വളരെ നല്ലൊരു സ്ഥലമാണ്. ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും വന്ന് അല്ലേ.